നമസ്കാരം. തൊട്ടയൽവക്കത്തെ വീട്ടിലെ ഒരു പൂച്ചക്കുട്ടിയെ വളരെ അകലേന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഒന്ന് കാണാനായിട്ട് പോയതാ. ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല കൗതുകം തോന്നുന്നു. ഒരു വലിയ പൂച്ച. കഴുത്തിൽ മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്, ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ആ വീട്ടിൽ തന്നെയുള്ള മുയലാണ് നമ്മൾ കാണുന്നത്. മുയലെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിങ്ങനെ മുയൽ വളർത്തി കൊളസ്ട്രോൾ രഹിതമായ ഇറച്ചി കഴിക്കുന്ന ഈ ഹൈ റേഞ്ചിൽ ഒരു പതിവുണ്ട്. അങ്ങനെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു മുയൽക്കൂട്ടിൽ ദാ വാത്തയാട്ടോ പോകുന്നത്. കൂട്ടിൽ കിടക്കുന്ന മുയലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ പൂച്ച വീടിനങ്ങനെ പുറത്തേക്ക് പോകാറില്ല. എന്നാൽ ഇന്നിപ്പോൾ ദേ വീടിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കപ്പത്തോട്ടത്തിൽ ഒരു എലിമട കണ്ടു. പൂച്ചയല്ലേ, എലിമടയെന്ന് പറഞ്ഞാൽ പൂച്ച എലിയെ കണ്ടാൽ പിടിക്കും, തിന്നുകയും ചെയ്യും. എലിയുടെ ഏറ്റവും വലിയ ജന്മശത്രു എന്ന് പറയുന്നതാണ് പൂച്ച. അത് ഏതു തരം പൂച്ചയായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഈ പൂച്ചയുടെ പുറകെ ഇങ്ങനെ പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ എൻ്റെ മൊബൈലൊന്ന് പിടിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് ഈ പൂച്ച ഒരു ചെറിയ ശ്രമമൊക്കെ നടത്തിയിട്ടോ. എൻ്റെ മേത്തേക്ക് ഇങ്ങനെ ചാടാനൊക്കെ തുടങ്ങി. എന്തായാലും വളരെ ഇണക്കമുള്ളൊരു പൂച്ചയാണ്. വീടിൻ്റെ പുറത്തേക്ക് പോയ പൂച്ച പെട്ടെന്ന് ഞാനിങ്ങടെ കൂടി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ, എൻ്റെ മൊബൈൽ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. കയറി വന്നു കഴിഞ്ഞപ്പോൾ പൂച്ച എൻ്റെ കൂടെ അങ്ങ് പോന്നു, വീട്ടിലേക്ക് പോന്നു. ഇപ്പോൾ സിറ്റ് ഔട്ടിൽ പൂച്ച നിൽക്കുകയാണ്. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂച്ചയെ. ഈ പൂച്ച നല്ല രസമായിട്ട് കാഴ്ചയ്ക്ക്. ഇതിൻ്റെ മീശ കണ്ടാൽ ഇതുണ്ടോ, എന്നാ നല്ല മീശയാന്ന് നോക്കി. പണ്ടത്തെ കാലത്ത് നമ്മുടെ അപ്പൂപ്പന്മാരുടെ ഒരു മീശയുടെ ഒരു ഷെയ്പ്പൊക്കെ ഉണ്ട്, ഇങ്ങനെ വളഞ്ഞ് മേളിലേക്ക് വളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പിലൊരു പൂച്ച. എന്തായാലും ഈ പൂച്ചയുടെ കൗതുകകരമായ ഇങ്ങനെയുള്ള ചലനങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് നേരം പോയത് അറിഞ്ഞില്ല. പൂച്ച കസേരയിൽ കയറി ഇരിക്കുക, നേരം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഈ പൂച്ചയ്ക്ക് ശകലം തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ അതെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിനെന്നാ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ, തീറ്റ കൊടുത്താൽ കഴിക്കും, ചോറൊന്നും പുള്ളിക്ക് വലിയ പ്രധാനമൊന്നുമല്ല. ഈ പൂച്ചയ്ക്ക് കൊടുക്കുന്ന പ്രത്യേകതരം ഒരു തീറ്റയുണ്ടല്ലോ, അത് കൊടുത്താലാണ് ഭയങ്കരമായ ഇഷ്ടം. നമുക്ക് കൊടുക്കാമല്ലോ എന്നും പറഞ്ഞ് അവർ എടുത്തുകൊണ്ട് വന്നു. കൊടുക്കാൻ തുടങ്ങുവാണേ. എടുത്തുകൊണ്ട് വന്നു. അവർ കൊടുക്കാനായിട്ട് ഒരു ചെറിയ താമസം വന്നു. പൂച്ച ഇങ്ങനെ അന്വേഷിച്ചിരിക്കുകയാണ്, നോക്കിയിരിക്കുകയാണ് തീറ്റ വല്ലതും കിട്ടുന്നുണ്ടോയെന്ന്. എന്തായാലും പൂച്ചയ്ക്ക് തീറ്റ കിട്ടും എന്നുള്ളത് പൂച്ച ഉറപ്പാക്കിക്കൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക, കളിയൊക്കെ ആയിട്ട്. ഉടനെ അവർ തീറ്റ കൊണ്ടുവന്ന് കൊടുത്തു. ഭയങ്കര ഇഷ്ടമാണ് തീറ്റ ഉണ്ടെങ്കിൽ. മറ്റ് ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തെക്കാളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഈ പൂച്ചയുടെ ഒരു തീറ്റയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു തീറ്റയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.